നിലവിലെ സാഹചര്യത്തിൽ തീർത്തും സമാധാനപരമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ മേഖലയിലെ ഒരു സ്വാമി ഇവിടേക്ക് എത്തുകയും അദ്ദേഹത്തിനകത്തേക്ക് പ്രവേശിക്കണമെന്നുള്ള ആവശ്യം അറിയിക്കുകയും ചെയ്തു. അത് അദ്ദേഹത്തെ മാത്രം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ മേഖല ഒന്ന് സന്ദർശിക്കണമെന്നുള്ളതാണ് ആവശ്യം. ആ നിലയ്ക്ക് അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ വാഹനം അവിടെ ഉൾപ്പെടെ കാണാൻ സാധിക്കും. അതിനപ്പുറം അത് ഈ മേഖലയിൽ തന്നെയുള്ള ഒരു സ്വാമിജിയാണ്. അദ്ദേഹത്തിന് ആ പ്രദേശത്ത് ഒന്ന് പോകണമെന്ന് ആവശ്യപ്പെട്ടതാണ്. ജില്ലാ ഭരണകൂടത്തിലൊക്കെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് അങ്ങോട്ട് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അരുൺ, അതായത് ഓക്കെ, ഒരു എനിക്കൊന്ന് അദ്ദേഹത്തിന് അതിനോട് തൊട്ടടുത്ത് ഒരുപാട് പ്രദേശങ്ങളുണ്ട്. 3-3.5 കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ ദീപക് നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന്. അതിനിടയിൽ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളാണ്. അവിടെ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ഗംഗാവാലി എന്ന് പറയുന്നത് ഗണേശ ചതുർത്ഥിയുടെ അന്ന് വളരെ ഉത്സവങ്ങൾ നടക്കുന്ന ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നമുക്കതിൻ്റെ താഴ്വരയിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വലിയ കമ്മ്യൂണിറ്റി, ഫിഷർമാൻ കമ്മ്യൂണിറ്റിയാണ് കൂടുതലും ഈ ഉൾവാർ പ്രദേശത്ത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ചിലർ ഡ്രൈവർ പണിക്ക് പോകുന്നവരുണ്ട്. കാർവാർ എന്ന് പറയുന്നത് ഒരു ജില്ലാ ആസ്ഥാനമാണ്. ഇപ്പോൾ ദീപക് അവിടെയുണ്ട്. ദീപക്, ഈ സന്നദ്ധ പ്രവർത്തകർ അടക്കം അവിടെയുണ്ട്, മനാഫ് അടക്കം അവിടെയുണ്ട്. മനാഫിലൂടെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി അറിയേണ്ടത് അവിടുത്തെ കാലാവസ്ഥ എന്താണ്? ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുകയാണോ അന്തരീക്ഷം? ഇല്ല, ഈ അന്തരീക്ഷത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് പ്രേക്ഷകരെ കാണിക്കാവുന്നത്. അതായത് പൊതുവേ ഒരു മൂടൽ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അന്തരീക്ഷം മേഘാവൃതമാണ്. പക്ഷേ ഒരു കനത്ത മഴ ഇപ്പോഴില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. നേരത്തെ ജിതിൻ പറഞ്ഞതുപോലെ ചാറ്റൽ മഴയുടെ ഇടവിട്ട് വന്നു പോകുന്ന അവസ്ഥ മാത്രമാണുള്ളത്. അതുകൊണ്ട് അല്പവും കൂടി ആശ്വാസം നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ഗംഗാവാലിയിൽ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നതുപോലെ വലിയ തോതിലുള്ള ഒരു ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമില്ല എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെ പരിശോധനകൾ നടത്തുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് സമാനമായ രീതിയിലുള്ള വലിയ കുതിച്ചുചാട്ടം വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഒപ്പം തന്നെ മണ്ണെടുപ്പ് പ്രവൃത്തികൾ സജീവമായി പുരോഗമിക്കുന്നുണ്ട്. അത് റോഡരികിലുള്ള മണ്ണ് നീക്കുന്ന കാര്യത്തിൽ 4 ഹിറ്റാച്ചുകൾ ഒരേ സമയം നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ജിതിൻ തന്നെ അറിയിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ പുരോഗമിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. പെട്ടെന്ന് തന്നെ ആ അർത്ഥത്തിൽ അർജുനെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വാഹനങ്ങൾ കടത്തിവിടുന്നതിനൊക്കെ വലിയ രീതിയിൽ പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് അത് ഈ നാട്ടുകാരാണെങ്കിൽ പോലും അവർക്ക് എവിടേക്കാണ്, എന്തിനാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ മേഖലയിൽ നിന്ന് ഇപ്പോഴും കടത്തിവിടുന്ന സാഹചര്യമുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി നമ്മൾ ആലോചിക്കാത്തതും ഇതുവരെ ചിന്തിക്കാത്തതും ഒരു കാര്യം ഒരു പ്രേക്ഷകൻ ഡോക്ടർ മോഹൻ ഫ്രം തൃശ്ശൂർ പറഞ്ഞിരിക്കുന്നത്, ഈ മെറ്റൽ ഡിക്റ്റേറ്ററിൻ്റെ ഒരു ഭാഗം ഈ പുഴയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളതിൽ നമ്മൾ വിട്ടുപോയൊരു എലമെൻ്റ് ഉണ്ട്. അതായത് പ്രേക്ഷകർക്ക് ഇവിടെ ഒരു നമ്മളുടെ KSEBയുടെ വലിയ ടവർ കാണാം. ആ ഇലക്ട്രിക്കൽ ടവർ മുകളിൽ വീണ് കിടക്കുന്നത് കാണാം. അതേപോലെ ഒരു ടവർ ഈ ഭാഗത്തുണ്ടായിരുന്നു. ലക്ഷ്മണൻ്റെ കടയുടെ തൊട്ട് മുകളിലായിട്ട് അങ്ങനെ ഒരു ടവർ നിന്നിരുന്നു. ആ ടവർ ഈ മണ്ണൊലിപ്പിൽ പുഴയിലേക്ക് വീണിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിഗ്നൽ കിട്ടിയിരിക്കുന്നതിന് ഈ ടവറാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പുഴയിൽ വീണ് കിടക്കുന്ന ഈ മെറ്റൽ സാധനം ഈ ഇലക്ട്രിക് ടവർ ആണോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരു സംശയം കൂടി മുന്നോട്ട് വയ്ക്കുന്നു. താങ്ക് യു മോഹൻ. അതൊരു നല്ല ഗസ്സാണ്, അതൊരു നല്ല സംശയം കൂടിയാണ് ഈ ഘട്ടത്തിൽ. ഇപ്പോൾ ആർമി പറയുന്ന 30 മീറ്റർ അകലെ ഒരു ലോഹവസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയ സിഗ്നൽ, അത് ഒരു പക്ഷേ നിർഭാഗ്യവശാൽ ഇനി ടവർ ആകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആ പോയിന്റ് ആലോചിച്ചില്ല. ഇവിടെ ഒരു ടവർ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെയുള്ള ടവർ മാത്രമാണ് നേരത്തെ ലൊക്കേറ്റ് ചെയ്തത്. ഇവിടെയും ഒരു ടവറുണ്ട്. ആ ടവറാണ് പുഴയിൽ വീണ് കിടക്കുന്നതെങ്കിലോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് നൽകാം. നമ്മൾ അവരുമായിട്ടുള്ളൊരു ക്ലോസ് കോൺടാക്റ്റിലാണ് നിലവിലിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ സംയുക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. NDRFൻ്റെ സഖ്യമുണ്ട്, നേവിയുടെ സഖ്യമുണ്ട്, നേവിയുടെ സേനാംഗങ്ങളുണ്ട്, കരസേനയുടെ അംഗങ്ങളുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു. ഒരു ഭാഗത്ത് ഈ സംഭവ സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ മാറി സന്നദ്ധ പ്രവർത്തകരെ അടക്കമുള്ളവരെ മാറ്റി നിർത്തിയിരിക്കുന്നു. മറുഭാഗത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നേവിയുടെയും ആർമിയുടെയും NDRFൻ്റെയും സംയുക്ത സേനയാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്.